റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ പ്രാബല്യത്തിൽ വന്നു. അടുത്തിടെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണിത്. ഇന്ത്യയെ ആക്രമിക്കാനെത്തി മനോബലവും കൈക്കരുത്തും തകർന്ന പാകിസ്ഥാനേറ്റ ഇരട്ട പ്രഹരമാണ് ബലൂചിസ്ഥാൻ വിമോചന പോരാളികളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. തങ്ങളെ സ്വതന്ത്ര പരമാധികാര രാജ്യമായി അംഗീകരിക്കണമെന്ന് ബലൂച്ച് നേതാവ് മിർ യാർ ബലൂച്ച് ഐക്യരാഷ്ട്ര സംഘടനയോടും മറ്റ് രാഷ്ട്രങ്ങളോടും ആവശ്യപ്പെട്ടത് പാകിസ്ഥാനേറ്റ കനത്ത തിരിച്ചടിയായി. പാക് സേനയ്ക്കെതിരെ ഓപ്പറേഷൻ ഹെറോഫുമായി മുന്നോട്ട് നീങ്ങുന്ന BLA ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടം അതിശക്തമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഭീകരതയുടെ ഹബ്ബായ പാകിസ്ഥാനെ തകർക്കുമെന്നും മതഭ്രാന്ത് പിടിച്ച സൈന്യത്തിന്റെ കൈവശമുള്ള അണ്വായുധങ്ങൾ ലോകത്തിന് ഭീഷണിയാകുമെന്നും BLA മുന്നറിയിപ്പ് നൽകി. ബലൂചിസ്ഥാനിൽ പാക് പട്ടാളത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഷാഹിദ് അബ്ബാസി പറഞ്ഞു. പാകിസ്ഥാൻ എന്ന രാജ്യം പിറവിയെടുത്ത നാൾ മുതൽ ബലൂചിസ്ഥാൻ പ്രവിശ്യ പാക് മണ്ണിന് ദഹനക്കേടാണ്. ഒരു തരത്തിലും പാകിസ്ഥാന്റെ മുഖ്യധാരയ്ക്ക് ഇണങ്ങുന്നതല്ല ബലൂചിസ്ഥാൻ. പാകിസ്ഥാനോട് കൂടിച്ചേരുന്നതിനോട് ഒട്ടുമേ താൽപര്യമില്ലാത്ത ബലൂചിസ്ഥാൻ പ്രവിശ്യയെ ബലപ്രയോഗത്തിലൂടെ കൂട്ടിച്ചേർത്ത നാൾ മുതൽ തുടങ്ങിയതാണ് ബലൂചികളും പാക് ഭരണ നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടൽ. ഇസ്ലാമാബാദിന്റെ നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രമായി ഒരു പരമാധികാര രാജ്യമാണ് ബലൂചിസ്ഥാനിലെ ജനങ്ങളുടെയും അവരെ നയിക്കുന്ന സംഘടനകളുടെയും ലക്ഷ്യം. നീണ്ട നാളായി തുടരുന്ന ഏറ്റുമുട്ടലിനൊടുവിൽ പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പാക് ഭരണകൂടത്തിന് ഇരട്ട പ്രഹരമായി. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഭരണ നേതൃത്വം കനത്ത തിരിച്ചടി വാങ്ങിക്കൂട്ടുന്ന സമയത്തായിരുന്നു ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും. പതിറ്റാണ്ടുകൾ നീണ്ട അടിച്ചമർത്തലുകളും അതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടി ബലൂച്ച് പ്രതിനിധിയും ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ മിർ യാർ ബലൂച്ച് ആണ് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ പ്രഖ്യാപിച്ചത്. ബലൂചിസ്ഥാൻ തങ്ങളുടെ ദേശീയ വിധി പ്രഖ്യാപിച്ചെന്നും ഇനിയും ലോകത്തിന് മൗനമായിരിക്കാൻ കഴിയില്ലെന്നും മിർ യാർ പറഞ്ഞു. ബലൂചിസ്ഥാനിലെ ജനങ്ങളെ പാകിസ്ഥാന്റെ സ്വന്തം ജനത എന്ന് വിശേഷിപ്പിക്കരുതെന്നും അദ്ദേഹം എക്സിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു. പാകിസ്ഥാനിൽ നിന്നും നയതന്ത്ര കാര്യാലയങ്ങളെ പിൻവലിച്ച് അവയെ പുതുതായി രൂപം കൊണ്ട ബലൂചിസ്ഥാനിലേക്ക് മാറ്റണമെന്നും മിർ യാർ ബലൂച്ച് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഭീകരതയുടെ ഹബ്ബായ പാകിസ്ഥാനെ തകർക്കുമെന്നാണ് ബലൂചിസ്ഥാന്റെ മോചനത്തിനായി പോരാടുന്ന സായുധ സംഘടനകളിൽ പ്രബലരായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ BLAയുടെ പ്രഖ്യാപനം. അതിന് ലോകരാജ്യങ്ങളുടെ സഹായങ്ങൾ വേണമെന്നും അവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. പാകിസ്ഥാന്റെ സൈനിക രഹസ്യാന്വേഷണ സ്ഥാപനമായ ISI ഭീകരതയുടെ പ്രജനന കേന്ദ്രമാണെന്നും അക്രമാസക്തമായ പ്രത്യയശാസ്ത്രമുള്ള ഒരു ആണവ രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയെന്നും BLA ആരോപിച്ചു. പാക് ഭീകരതയുടെ ഇരയായ ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നതായും BLA നേതാക്കൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഭീകരവാദികളെ വളർത്തുന്ന പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്നത് പോലും ആപത്താണെന്നും BLA നേതാക്കൾ രാജ്യാന്തര സമൂഹത്തെ ഓർമ്മപ്പെടുത്തി. പാകിസ്ഥാനെ ശരിയായ സമയത്ത് തകർത്തില്ലെങ്കിൽ അവർ ലോകത്തിനു തന്നെ ഭീഷണിയായി മാറുമെന്നും BLA വ്യക്തമാക്കി. മതഭ്രാന്ത് പിടിച്ച സൈന്യത്തിന്റെ കൈവശമുള്ള ആണവായുധങ്ങളുടെ നിയന്ത്രണം മേഖലയ്ക്കു മാത്രമല്ല ആഗോള സുരക്ഷയ്ക്കും ഭീഷണി സൃഷ്ടിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ടൈം ബോംബാണ് പാകിസ്ഥാനെന്നും BLA അവരുടെ പ്രസ്താവനയിലൂടെ പറയുന്നു. അതേസമയം BLAയെ നിയന്ത്രിക്കുന്നത് ശത്രു രാജ്യങ്ങളാണെന്നാണ് പാക് ഭരണകൂടത്തിന്റെ ആരോപണം. ഈ ആരോപണത്തെ പാടെ തള്ളുകയാണ് BLA ഉൾപ്പെടെയുള്ള മറ്റു സായുധ സംഘടനകൾ. ഏതെങ്കിലും രാജ്യത്തിന്റെ നിർദ്ദേശം അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതെന്നും ഈ മേഖലയിലെ നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതുമായ സൈനികവും രാഷ്ട്രീയവുമായ നയരൂപീകരണത്തിൽ തങ്ങൾക്ക് വ്യക്തമായ സ്ഥാനവും ലക്ഷ്യവുമുണ്ടെന്നാണ് BLAയുടെ അവകാശവാദം. മേഖലയിലെ ഭീകരവാദം അവസാനിപ്പിക്കാനും ആഗോള സുരക്ഷയ്ക്കും പ്രത്യേക രാഷ്ട്രമെന്ന ബലൂചികളുടെ ആവശ്യം സാധ്യമാക്കണമെന്നും BLA രാജ്യാന്തര സമൂഹത്തോട് ആവശ്യപ്പെട്ടു. ബലൂചിസ്ഥാനിൽ ഉയർത്തിയിരുന്ന പാക് പതാകകൾ അഴിച്ചുമാറ്റി പകരം ബലൂച്ച് പതാക നാട്ടുകാർ ഉയർത്തി. ബലൂചിസ്ഥാന്റെ ദേശീയ ഗാനത്തിനും സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരം ലഭിച്ചു. കഴിഞ്ഞ 2 മാസമായി ബലൂച്ച് മേഖലയിൽ ശക്തമായ ആക്രമണ പരമ്പരകളാണ് BLAയും മറ്റും നടത്തുന്നത്. നീണ്ട പോരാട്ടത്തിനൊടുവിൽ ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ ക്വറ്റയുടെ നിയന്ത്രണം ബലൂച്ച് വിമോചന സംഘം കരസ്ഥമാക്കിയിരുന്നു. ഏറ്റുമുട്ടലിനിടയിൽ നിരവധി പാക് സൈനികരുടെ ജീവൻ നഷ്ടമായി. ബലൂചിസ്ഥാന്റെ 60ഓളം പ്രദേശങ്ങളിൽ പാക് സേനയും BLAയും രൂക്ഷമായ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു. കച്ചി ജില്ലയിലെ സുരക്ഷാ പോസ്റ്റ് BLA പിടിച്ചെടുത്തു. ബർഖാനിലെ രാരഷം മേഖലയുടെ വിവിധ ഭാഗങ്ങൾ BLA ഉപരോധം തീർത്തിരിക്കുകയാണ്. ഓപ്പറേഷൻ ഹെറോഫ് എന്ന പേരിലാണ്
പാകിസ്ഥാനെതിരെ ബലൂചിസ്ഥാൻ വിമോചന സംഘങ്ങൾ ആക്രമണം നടത്തുന്നത്. ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടം അതിശക്തമാകുമെന്നാണ് BLA അറിയിച്ചിട്ടുള്ളത്. ആക്രമണങ്ങളുടെ ലക്ഷ്യം ശത്രുവിനെ നശിപ്പിക്കുക എന്ന് മാത്രമല്ല, ഭാവിയിലെ സംഘടിത യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്തുന്നതിനായി ഏകോപനം, ഗ്രൗണ്ട് കൺട്രോൾ, പ്രതിരോധ നിലപാടുകൾ എന്നിവ പരീക്ഷിക്കുക എന്നതുകൂടിയായിരുന്നുവെന്ന് BLA പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനേറ്റ വൻ പരാജയം ബലൂച്ച് വിമോചന പോരാളികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒളിയുദ്ധവും മറ്റും നടത്തി പാക് സേനയുടെ മനോവീര്യം തകർക്കുകയാണ് BLAയുടെ ലക്ഷ്യം. അടുത്തിടെ പാക് സേനയെ മാനസികമായി തകർത്ത സംഭവമാണ് ജാഫർ എക്സ്പ്രസ് തീവണ്ടി റാഞ്ചൽ. ലോകത്തു തന്നെ ഇത്തരമൊരു സംഭവം കേട്ടുകേഴ്വിയില്ലാത്തതായിരുന്നു. മലയിടുക്കിൽ വളരെ തന്ത്രപരമായി കുടുക്കിയ തീവണ്ടിയെയും അതിലെ യാത്രക്കാരെയും മോചിപ്പിക്കാനെത്തിയ പാക് സേനയെ ഒളിയുദ്ധം നടത്തി സമ്മർദ്ദത്തിലാക്കാനും BLAക്ക് കഴിഞ്ഞു. ബലൂച്ച് പോരാളികളോട് നേർക്കുനേർ ഏറ്റുമുട്ടാൻ വിസമ്മതിച്ച് പാക് സൈന്യത്തിൽ നിന്ന് രാജിവെച്ചു പോകുന്നവരുടെ എണ്ണം അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട്. അതിനിടെ ബലൂച്ച് വിമതരുടെ മുന്നേറ്റങ്ങൾ സംബന്ധിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ മൗനം പാലിക്കുകയാണ് പാകിസ്ഥാൻ. ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ മേൽ പാക് പട്ടാളത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നുവെന്ന് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഷാഹിദ് അബ്ബാസിയുടെ മുന്നറിയിപ്പും പാക് ഭരണകൂടത്തെ വെട്ടിലാക്കി. ബലൂചിസ്ഥാനിൽ നിയമവാഴ്ചയുടെ തകർച്ചയല്ല എന്നും രാജ്യത്തിന്റെ അധികാരം തന്നെ ഇല്ലാതാകുന്നതാണെന്നുമുള്ള അബ്ബാസിയുടെ അഭിപ്രായം ബലൂച്ച് പോരാളികൾക്ക് ആവേശം പകരുന്നതാണ്. പാക് കരസേനാ മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും ബലൂച്ചിലേക്ക് കടക്കാനാവാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഷാഹിദ് അബ്ബാസിയുടെ പ്രതികരണം. പാക് സുരക്ഷാ സേന തട്ടിക്കൊണ്ടുപോയ 3 ബലൂച്ച് പ്രദേശവാസികളുടെ മൃതദേഹങ്ങൾ 3 ഇടങ്ങളിൽ നിന്നായി കണ്ടെത്തി. പാക് സേന ഇത്തരത്തിൽ 100 കണക്കിന് ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊന്നു തള്ളുന്നു എന്നാണ് BLA പലപ്പോഴും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളെ അറിയിച്ചിട്ടുള്ളത്. പൗരന്മാരെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോകുന്നതിൽ ലോകത്തു തന്നെ കുപ്രസിദ്ധമായ പ്രദേശമാണ് ബലൂചിസ്ഥാൻ. ആക്ടിവിസ്റ്റുകൾ, വിദ്യാർത്ഥികൾ മുതൽ സാധാരണക്കാർ വരെയുണ്ട് ഈ തട്ടിക്കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 8000-ഓളം പേർ അപ്രത്യക്ഷരായി എന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അവർ കൊല ചെയ്യപ്പെട്ടിരിക്കാമെന്നാണ് BLAയുടെ ആരോപണം. അതേസമയം സായുധ സംഘടനകൾ എന്തെല്ലാം അവകാശപ്പെട്ടാലും പ്രവിശ്യയിലെ ചൈനയുടെ അമിത താൽപര്യവും പാക് സൈന്യത്തെയും മറികടന്ന് സ്വതന്ത്ര ബലൂചിസ്ഥാൻ സാധ്യമാക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല എന്നും വിലയിരുത്തലുണ്ട്.